പൊഴിഞ്ഞ മണ്ണിത് ചരിത്രമേറെയുണ്ടത് മായുകില്ല മായ്ച്ചിടുകില്ല. ബഹുമാനായ അധ്യക്ഷൻ, നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രദേശത്ത് ചുക്കാൻ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന CPM-ന്റെ നേതാവ് ബഹുമാനായ ജയമോഹൻ സാറ്, ഇവിടെയുള്ള നമുക്ക് സ്വാഗതം ആശംസിച്ചിട്ടുള്ള ഹുസൈൻ ഉഷാദ്, വേദിയിൽ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഒക്കെയായി ഒട്ടേറെ പേരുണ്ട്. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരുമയും ഇവിടുത്തെ കൗൺസിലർമാരും എല്ലാം അടക്കമുള്ള നിരവധി പേർ വേദിയിലുണ്ട്. ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, തെരഞ്ഞെടുപ്പ് 19-ാം തീയതിയാണ്. നമുക്ക് അസംബ്ലിയിലേക്ക് ഒരു MLA കൂടി തിരഞ്ഞെടുക്കേണ്ടുന്ന അവസരമാണ് വന്നിട്ടുള്ളത്. അവിചാരിതമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത്. കഴിഞ്ഞ തവണ LDF-ന്റെ ഭാഗമായി മത്സരിച്ചിരുന്ന MLA നമ്മളാരും പ്രതീക്ഷിക്കാതെ LDF-നെ ഉപേക്ഷിക്കുകയും രാജിവെക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് വന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് ഒരു കാര്യമേ പറയുന്നുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഇവിടെ നിന്ന് വീണ്ടും ഒരു MLA-യെ നമുക്ക് തിരഞ്ഞെടുക്കണം. ഇവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സഖാവ് N. സ്വരാജാണ്. സ്വരാജ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ വളരെ തലയെടുപ്പുള്ള, മിടുക്കനായ, നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന, എല്ലാ കാര്യത്തിലും വളരെ വ്യക്തമായ അഭിപ്രായമുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നല്ല ചെറുപ്പക്കാരനാണ്. സ്വരാജിനെ വിജയിപ്പിച്ചാൽ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വികസന രംഗത്ത് ഇനി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. കേരളത്തിലെ LDF ഗവൺമെൻറ് കേരളത്തിലുടനീളം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ വളരെ വളരെ വലുതാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ഇനിയും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനാണ് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാം ഓർമ്മിക്കേണ്ടത്, കേരളത്തിൽ ഇന്ന് ജനങ്ങളുടെ ജീവിതം ഇന്ത്യയുടെ മറ്റേതൊരു പ്രദേശത്തേക്കാളും വ്യത്യാസമുള്ളതാണ്, സമാധാനമുള്ളതാണ്. ചില ശരിയല്ലാത്ത കാര്യങ്ങൾ ലോകത്തെല്ലാം സംഭവിക്കുന്നത് കേരളത്തിലും അവിടെ എവിടെയായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊന്നും ഇല്ലെന്ന് നമ്മൾ പറയില്ല. പക്ഷേ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെട്ടു വന്നത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഞാനൊരു നീണ്ട പ്രസംഗം നടത്തുന്നുണ്ട്. ഇന്ന് 5-6 കുടുംബയോഗങ്ങൾ ഇതുപോലെ എല്ലാം ഏകദേശം ഒരേ സമയത്താണ്. നിങ്ങളെല്ലാം വന്ന് കാണുക, പോവുക, അതാണ് നമുക്ക് പരിപാടി ഇട്ടു തരുന്ന സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. കാണുന്നത് തന്നെ ഒരു സന്തോഷം. നമ്മളെല്ലാം അറിയും, പക്ഷേ ഇത്ര അടുത്ത് കാണാൻ നമുക്കൊന്നും എപ്പോഴും കഴിയുമെന്ന് വരില്ല. ഈ പ്രദേശത്തെ നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ അവരോട് പറയുന്നത്, എല്ലാവർക്കും ചരിത്രമൊക്കെ അറിയുന്നവരാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്ന 1947-ലാണ്. അതുപോലെ ബ്രിട്ടീഷുകാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. വളരെ കഷ്ടമായിരുന്നു അവരുടെ കാലത്ത്. കൊടുപട്ടിണിയായിരുന്നു ഈ നാട്ടിലെ ജനങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമാണ് നമ്മളീ പറയുന്ന കേരളമൊക്കെ രൂപം കൊണ്ടത്. ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ചരിത്രം അറിയുന്ന മുതിർന്നവർക്കും അറിയാം, 1956 മുൻപ് കേരളം രൂപം കൊണ്ടിട്ടില്ല. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യമൊക്കെ നേടുമ്പോൾ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. തിരുവിതാംകൂർ ഒരു മേഖല, കൊച്ചി ഒരു മേഖല, മലബാർ മേഖല. നമ്മളെല്ലാം മലബാറിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ രാജ്യം സ്വതന്ത്രമായപ്പോൾ ഈ 3 മേഖലകളെയും എല്ലാം യോജിപ്പിച്ച് ഇനി നാട്ടുരാജാക്കന്മാരുടെ ഭരണം വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു. സ്വതന്ത്ര ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാകാൻ തീരുമാനിച്ചു, ജനാധിപത്യ രാഷ്ട്രം. സ്വാതന്ത്ര്യത്തിന്റെ ഉടനെ തന്നെ നമ്മൾ ഇന്ത്യയുടെ ഭരണാധികാരികൾ, സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം ചേർന്ന് ഈ രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ഒരു ഭരണഘടന എഴുതിയുണ്ട്. 47 സ്വാതന്ത്ര്യം കിട്ടി, 50 ഭരണഘടന അംഗീകരിച്ചു. നമ്മളെല്ലാവരും ഭരണഘടനയെ കുറിച്ച് അറിയണം. അതെല്ലാം ഈ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പാർട്ടി പ്രവർത്തനത്തിലെല്ലാം പോകുന്ന ശൈല ടീച്ചറൊക്കെ അറിഞ്ഞാൽ പോലെ
എന്ന് തോന്നലുണ്ടാവരുത്. നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരെല്ലാം ആ ഭരണഘടനയെ കുറിച്ച് അറിയണം. അതില് വലിയ വലിയ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല ഇവിടെ. പക്ഷേ അതിന്റെ ആകത്തുകയും സത്വം എന്താ? നമ്മുടെ രാജ്യം എന്ന് വെച്ചാൽ ഈ കണ്ട സംസ്ഥാനങ്ങൾ, തമിഴ്നാടുണ്ട്, കർണാടകമുണ്ട്, ഉത്തർപ്രദേശുണ്ട്, മധ്യപ്രദേശുണ്ട്, ബീഹാറുണ്ട്, ഒഡീഷയുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം യൂണിയനാണ് കേന്ദ്രം. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിരവധി സ്റ്റേറ്റുകൾ രൂപം കൊണ്ടിരിക്കുന്നു. ആ സംസ്ഥാനങ്ങളുടെ എല്ലാം അവകാശം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ജീവിക്കുന്ന ജനങ്ങളുടെ അവകാശം എഴുതി വെച്ചിട്ടുണ്ട്. ആരാ ഇവിടെയെല്ലാം താമസിക്കുന്ന ജനങ്ങള്? നമ്മളൊക്കെ തന്നെ. എന്തൊരു വൈവിധ്യമുള്ള നാടാ ഇന്ത്യ. നമ്മുടെ രാജ്യത്തേതുപോലെ ഇത്രയേറെ മതവിഭാഗങ്ങളും ഇത്രയേറെ ജാതിയും വ്യത്യസ്ത വിവാഹ രീതിയും വ്യത്യസ്ത മരിച്ചാൽ നടക്കുന്ന ചടങ്ങും ഒക്കെ ഉള്ള ഒരിടം ഉണ്ടോ എന്ന് സംശയം. വേറെയുണ്ട് ചില ലോകരാഷ്ട്രങ്ങൾ. പക്ഷെ നമ്മളെല്ലാവരും ഭയങ്കര വ്യത്യസ്തരാണ്. ആഹാരം വ്യത്യസ്തമാണ് കഴിക്കുന്നത്, അല്ലേ? വിവാഹ സമ്പ്രദായം വ്യത്യസ്തമാണ്, ഭാഷ വ്യത്യസ്തമാണ്. അപ്പൊ ഈ വൈവിധ്യങ്ങളുടെ ഇടയിൽ ഈ രാജ്യം എന്താകണമെന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തീരുമാനിച്ചത്? നമ്മൾ തീരുമാനിച്ചത് ഇതൊരു ജനാധിപത്യ മതേതര പരമാധികാര സോഷ്യലിസ്റ്റ് രാജ്യമായിരിക്കണം. ഈ പറയുന്നതിനെല്ലാം വലിയ അർത്ഥമുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാം ഓർക്കണം എല്ലാവരും. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാ പൗരന്മാരുടെയും അവസരമാണ്. അതായത് എല്ലാവർക്കും ഒരേ അവകാശം. അത് ബീഹാരി ആയാലും വേണ്ടില്ല, ഒഡീഷക്കാരനായാലും വേണ്ടില്ല, കേരളക്കാരനായാലും വേണ്ടില്ല, തമിഴ്നാട്ടുകാരായാലും വേണ്ടില്ല, ഹിന്ദു ആയാലും വേണ്ടില്ല, മുസ്ലിം ആയാലും വേണ്ടില്ല, ക്രിസ്ത്യാനി ആയാലും വേണ്ടില്ല. ഇന്ത്യൻ പൗരനാണ്. ഒന്നാമത് നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്. അത് കഴിഞ്ഞിട്ട് ജാതി മതത്തോടും പോകുന്നു. അപ്പൊ ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം ഒരേ അവകാശമാണ്. എന്താ അവകാശം? എല്ലാവർക്കും അവസര സമത്വം. എന്തിനുള്ള അവസരം? ഒന്നാമതായിട്ട് ഈ ഭൂമിയിൽ മനോഹരമായി ജനിക്കാനുള്ള അവസരം, അല്ലേ? അപ്പൊ നമുക്കൊരു സംശയം, ഈ ടീച്ചർ എന്താ പറയുന്നത്? ജനിക്കാൻ ഇടമില്ലേ? എവിടെയാ ഇപ്പൊ കുട്ടികളെല്ലാം ജനിക്കുന്നത്? എവിടെയാ? വീട്ടിന്റെ അകത്താണോ പ്രസവിക്കുന്നത്? എവിടെയാ? ആശുപത്രി, അല്ലേ? ആശുപത്രി. നമ്മൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കുന്നു. പണ്ട് എന്റെയൊക്കെ ജനന സമയത്ത് ആശുപത്രി വേണ്ടത്രയില്ല. 1957 ഞാൻ ജനിക്കുന്നത്. അന്നേരം ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്നേ ഉള്ളൂ. വന്നതിന് ശേഷമാണ് ആസ്പത്രി നാട്ടിലെല്ലാം വന്നത്. പക്ഷെ ആസ്പത്രി ഇല്ലാത്ത കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊരു മാധവെടുത്തിരുന്നു. അവരാണ് പ്രസവം എടുക്കുന്നത്. അവര് നല്ല സാമർഥ്യമുള്ള ആളാണെങ്കിലും ചിലപ്പോ കുറെ ആള് മരിച്ചു പോകും. ചോര പറഞ്ഞിട്ടൊക്കെ കുറെ ആള് ജീവിക്കും, കുറെ കുട്ടികൾ മരിച്ചു പോകും. നമ്മുടെ ശിശുമരണ നിരക്ക് വളരെ വളരെ ഉയർന്നതായിരുന്നു ആ സമയത്ത്. പക്ഷേ 57 ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു. 57 തെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു. വമ്പിച്ച മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടു. 57 കൂടി ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും എല്ലാം ഗവൺമെന്റുകൾ വന്നു. പക്ഷേ അവിടങ്ങളിലൊക്കെ വന്നത് കൂടുതൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ. ഇടതുപക്ഷം ആദ്യമായിട്ട് വന്നത് ഈ കേരളത്തിലാണ്. അതിന്റെ വ്യത്യാസം കേരളത്തിന് ഇന്നുമുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് 57 EMSന്റെ ഗവൺമെന്റ്. അതിലെ ആരോഗ്യമന്ത്രി AR മേനോൻ എല്ലാ ഗ്രാമങ്ങളിലും ഗവൺമെന്റ് ആശുപത്രി തുറക്കണം എടുത്ത തീരുമാനം. എല്ലാ പഞ്ചായത്തിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടായിരിക്കണം. പിന്നെ നഗരത്തിൽ ജില്ലാ ആശുപത്രി ഒക്കെ ഉണ്ടായിരിക്കണം. ആശുപത്രി ഉണ്ടാക്കിയ മാത്രം പോരാ, എന്ത് വേണം? വളരെ പാവപ്പെട്ടവർക്ക്, ഇന്ന് അത്ര പാവപ്പെട്ടവരില്ല, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ പോലും ബുദ്ധിയില്ലാത്ത കർഷക തൊഴിലാളികളും പറ്റും. അവർക്ക് പോയ സൗജന്യ ചികിത്സ കിട്ടുന്ന ഇടം വേണം. അവിടെ നമ്മളെ നോക്കുന്ന ഡോക്ടർമാർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുമെങ്കിൽ ഡോക്ടർക്ക് നമ്മളോട് ഫീസ് വാങ്ങേണ്ട കാര്യമില്ല. ഇങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ചെറിയ ചെറിയ രോഗങ്ങൾക്കൊന്നും ഡോക്ടറെ കാണാൻ പറ്റുമായിരുന്നില്ലാത്ത പാവപ്പെട്ട കർഷക തൊഴിലാളിയും മറ്റും രോഗം വരുമ്പോ കുട്ടികളെയും കൂട്ടി ഡോക്ടർക്ക് പോകാൻ തുടങ്ങിയത്. അങ്ങനെ ഡോക്ടറെ കാണിക്കാനും പ്രസവം ആശുപത്രിയിലേക്ക് മാറ്റാനും ഒക്കെ തുടങ്ങിയപ്പോൾ കേരളത്തിന്റെ ശിശുമരണ നിരക്ക് നന്നായിട്ട് കുറഞ്ഞു. പ്രസവിച്ച ഉടനെ 1000 പ്രസവത്തിന് 100-200 കുട്ടികൾ മരിച്ചു പോകുന്നിടത്ത് നിന്ന് ശിശുമരണ നിരക്ക് കുറഞ്ഞു വന്ന് 2016 പിണറായി സർക്കാർ വന്ന് ഞാനതിൽ ആരോഗ്യമന്ത്രിയാകുമ്പോൾ ശിശുമരണ നിരക്ക് 1000 പ്രസവത്തിന് 12 ആയിരുന്നു.
12 out of 1000 ലൈവ് ബർത്ത് എന്ന് പറയും. 1000 പ്രസവത്തിൽ 12. അത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണ്. ഇപ്പറഞ്ഞ കോൺഗ്രസുകാരും BJP ഒക്കെ ഭരിക്കുന്ന പ്രദേശങ്ങളിൽ ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഇപ്പോഴും 1000 പ്രസവത്തിന് 30 മുകളിലോട്ട്. 60-70 ഒക്കെയുള്ള സ്ഥലമുണ്ട്. ഇവിടെ 12 ആയിരുന്നു. അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് സഖാവ് പിണറായി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, നമുക്ക് ആരോഗ്യ മേഖലയിൽ ഇനി ഒരുപാട് പരിഷ്കാരം വരുത്തണം. ആരോഗ്യം മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ. അതുകൊണ്ട് ചില പ്രത്യേക മിഷനുകൾ തുടങ്ങുന്നു നമ്മൾ. ആ മിഷനുകളിൽ ഒന്ന് വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഗവൺമെന്റ് സ്കൂളുകൾ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. ഒന്ന് ഈ നാടാകെ വൃത്തിയാക്കാനും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയുള്ള ഹരിത കേരള മിഷൻ. ഒന്ന് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനുള്ള ലൈഫ് മിഷൻ. 4ാമത്തെ മിഷൻ ഏതാ? ആരോഗ്യ മേഖലയിൽ ആസ്പത്രികൾ നന്നാക്കാനുള്ള മിഷൻ. അപ്പോ പിണറായി പറഞ്ഞു, എല്ലാ പഞ്ചായത്തിലും ഇപ്പം PHC ഉണ്ട്. അത് എല്ലാം ഇങ്ങനെ നന്നായിട്ട് വന്നത് നിങ്ങൾക്ക് ചരിത്രം പരിശോധിക്കാൻ കേരളത്തിന്റെ LDF വരുമ്പോഴാണ് ഈ പരിഷ്കാരം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. UDF ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ പണ്ട് തുടർന്ന് ചിലത് ചെയ്തുകൊണ്ടിരുന്ന പുതിയൊന്നും അവർ നടപ്പിലാക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പക്ഷെ നമ്മൾ ഓരോ തവണ വരുമ്പോഴും അതെല്ലാം കുറേശ്ശെ നന്നാക്കി 2016 എത്തുമ്പോൾ ആരോഗ്യ വകുപ്പിനോട് പറഞ്ഞത് ഈ PHCകളെല്ലാം പഞ്ചായത്തിലുണ്ട്, പക്ഷെ ജനങ്ങളുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെട്ടു. പണ്ടത്തെ ചോർന്നൊലിക്കുന്ന കൂടെയല്ല, അങ്ങനെയായിരുന്നു. നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല. എന്റെ കുട്ടിക്കാലത്ത് നാട്ടിൽ ഒരുപാട് വീടുകൾ ഇങ്ങനെ ഒറ്റ കഴുക്കോലിട്ടിട്ട് വാരിയിട്ട് പുല്ല് പതപ്പിച്ച, മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തു പോകാത്ത ഒറ്റ മുറി മാത്രമുള്ള കൂരകളായിരുന്നു. എന്നിട്ട് അതിനൊരു വാതിലുണ്ട്, അതാ രസം. വാതിലിന്റെ നേരെ ഒരു കണ്ടിയുണ്ട് ചതുരത്തിൽ. അപ്പൊ ഒരു മുളേന്റെ മേലെ അപ്പുറവും ഇപ്പുറവും ഓല വെച്ച് കെട്ടിയ ഒരു തട്ടി എന്നാ ഞങ്ങൾ പറയാം. അതെടുത്ത് ഈ ഓപ്പണിങ്ങിന്റെ നേരെ വെച്ചിട്ട് ചൂടിയിട്ട് കെട്ടി വെച്ചാൽ വാതിൽ അടക്കലായി. രാവിലെ എണീറ്റാൽ ഈ ചൂടി തുള്ളി പൊടിച്ച് ഇനി എടുത്തിട്ട് അപ്പുറം ചാരി വെച്ചാൽ വാതിൽ തുറക്കലായി. വീടിനകത്ത് കിടന്ന് വാതിലടച്ച് ബോൾട്ടിട്ട് കിടക്കാനുള്ള വീടൊന്നും മഹാഭൂരിപക്ഷം പേർക്കും ഉണ്ടായിരുന്നില്ല. കാരണം വീടുണ്ടാക്കാൻ പറ്റില്ല. ഈ ഭൂമിയെല്ലാം ലാൻഡ് ലോഡിൻ്റെതായിരുന്നു, ഭൂസ്വാമിയുടെ കയ്യിലായിരുന്നു, ജന്മിയുടെ കയ്യിലായിരുന്നു. അവിടെ അവകാശമില്ല. ഭൂമി എപ്പോ വന്നിട്ട് തമ്പുരാൻ പറഞ്ഞാലും കുടിപിടിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഏതായാലും പിണറായി പറഞ്ഞത് ആശുപത്രിയൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ആളുകളെല്ലാം മെച്ചപ്പെട്ടില്ലേ സ്ഥിതി? നല്ല കുറച്ച് വൃത്തിയുള്ള വീടും നല്ല വിദ്യാഭ്യാസവും നല്ല വൃത്തിയുള്ള വസ്ത്രവും. വലിയ വില കൂടിയതല്ലെങ്കിലും നമുക്ക് കൂടിയെല്ലാം കഴിഞ്ഞാൽ ഒരു വൃത്തിയുള്ള അലക്കിയ തുണിയെടുത്ത് കൊടുക്കാനില്ലേ? ഇപ്പം ഉണ്ട് അല്ലേ മിക്കവാറും വീട്ടുകളിൽ. വേറെ പ്രയാസമില്ല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ മീറ്റിങ്ങിനെല്ലാം പോകുമ്പോൾ ആ ചെറിയ കുപ്പായം തൊട്ടിട്ട് ആരും പോകുന്നില്ല. അലക്കി വെച്ചൊരു കുപ്പായം എടുത്തിട്ട് കഴിയാവുന്നത്ര വൃത്തിയായി നമ്മൾ വരിക. അവിടത്തേക്ക് മാറി നമ്മൾ. അപ്പൊ ഇങ്ങനത്തെ ആസ്പത്രി പോരാ. ആസ്പത്രിയുടെ മുറ്റത്തെല്ലാം പൊടിയും ചെടിയും ഉണ്ട്. അകത്ത് കയറുമ്പോൾ ഈ ഡോക്ടർ മേശമേൽ വിരിച്ചിട്ട് ഇപ്പൊ ആജന്മകാലം കഴുകിയിട്ടില്ല, അതെല്ലാം കൂടി കുളിത്ത് കിടക്കുന്നു. പിന്നെ ആശുപത്രിയുടെ ജനൽ പറഞ്ഞ് ഇളകി തൂങ്ങിപ്പോയത് അത് രണ്ടാമത് കഴിപ്പിച്ചിട്ടില്ല. ഈ ആസ്പത്രി കാണുമ്പോൾ തന്നെ സൂക്കേട് അധികമാവും. അതുകൊണ്ട് ഇന്നത്തെ ജനങ്ങൾക്കനുസരിച്ച് ആശുപത്രി നന്നാക്കണം എന്നുള്ളത്. ഞങ്ങൾ ഉടനെ പടിയും വിദ്യ എല്ലായിടത്തും ഇറങ്ങി വലിയ ഗ്രൂപ്പായി ടീമായി ഗവൺമെന്റിന് ധനകാര്യത്തിന് കിട്ടുന്ന കാശെല്ലാം ഉപയോഗിച്ചു, പഞ്ചായത്തിന് സഹായം തേടി. എന്നിട്ട് ഈ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റി. PHCകളെ മുറ്റത്ത് നല്ല പൂന്തോട്ടം, അകത്ത് കയറുമ്പോൾ ഇരിക്കാൻ നല്ല റിസപ്ഷൻ. അവിടെ ഇങ്ങനത്തെ ചെയർ ഇടരുതെന്ന് പ്രത്യേകം പറഞ്ഞു. എയർപോർട്ട് മാതൃകയിലുള്ള ചെയറൊക്കെ ഇടുന്നു. പക്ഷെ ഇരുന്നാൽ ഇതിന് മുന്നേത്തെ ചെയർ രോഗി തറയിറങ്ങി വന്ന് പെട്ടെന്ന് ഇതിനു വേണ്ടി ഇരുന്നാല് ഇവന് കാര്യം പൊട്ടിയിട്ട് പോകാം. യോഗത്തിന് ഇരിക്കുന്നുണ്ട്. അപ്പോ നമ്മളതിനകത്ത് മാറ്റം വരുത്തി എല്ലാ PHCയിലും ലബോറട്ടറി. ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ 836 PHCകളിൽ 400 എണ്ണം അങ്ങനെ മാറി. ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് കാലാവധി കഴിയുമ്പോഴേക്കും മിക്കവാറും PHCകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറും. ഈ മാറ്റങ്ങൾ വിശദീകരിക്കാൻ പുറപ്പെട്ടാൽ അടുത്ത യോഗത്തിൽ പ്രസംഗിക്കാൻ പറ്റില്ല. താലൂക്ക് ഹോസ്പിറ്റൽ, നിങ്ങളുടെ നിലമ്പൂർ ആശുപത്രി 2016 ആശുപത്രി എന്തായാലും ഇപ്പോൾ ഉള്ളത് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മാറ്റം വേണം. നന്നാവുമ്പോൾ എന്ത് ചെയ്തു? ആളുകളെല്ലാം അവിടെ പോകാൻ തുടങ്ങി. മറ്റേ 2016 വരുമ്പോൾ 33% ആളുകളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. 2020 ആകുമ്പോഴേക്കും 52% ആളുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വെച്ച് കൊടുത്തു. കാരണം നല്ല പാനുള്ള ആശുപത്രി കണ്ടാല് അല്ലെ ഡോക്ടറുടെ ഒക്കെ ഉണ്ട്. ആളധികം വരുമ്പോൾ ഡോക്ടറുടെ കുറച്ച് കുറവ്
കുറവ് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ശരിയാണ്, നമ്മളിനിയും ആളുകളൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട്. പക്ഷെ ആളുകൾ വിശ്വസിക്കുന്നു ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരാൻ, സാമ്പത്തിക ശേഷിയുള്ളവരോടൊപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരാൻ തയ്യാറാവുക. ഞാൻ പറഞ്ഞത് ഒരു മാറ്റമാണ്, കാലികമായിട്ടുള്ള മാറ്റം. താലൂക്ക് ഹോസ്പിറ്റലെല്ലാം ഡയാലിസിസ് യൂണിറ്റ് നമ്മൾ വെച്ചു, പാവപ്പെട്ടവർക്ക് ഇല്ലേ, അവർക്ക് കഴിയുന്ന രീതിയിൽ ഡയാലിസിസ് ഒക്കെ ചെയ്യാം. ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായാൽ ഇതൊക്കെ വലിയ മാറ്റമാണ്. ഗവൺമെന്റ് സ്കൂളുകൾ, ആ പഴയ സ്കൂളല്ല, ഈ മനോഹരമായിട്ടുള്ള ക്ലാസ് റൂമുകൾ. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 57 മുതൽ ഒരുപാട് പരിഷ്കാരങ്ങളിലൂടെ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയവരാണ് ഇടതുപക്ഷം. വെറുതെ ഇടതുപക്ഷത്തെ ആരെങ്കിലും വഴക്ക് പറയുന്നത് കൊണ്ട് നമ്മളും കണക്കാം അവരും കണക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. 57 കുടിയൊഴിപ്പിക്കൽ നിയമം കൊണ്ടുവന്നപ്പോഴാണ് ഭൂമി കാലം നിന്ന് അബ്ദുറഹ്മാനും കോരനും കുഞ്ഞിരാമനും എല്ലാം ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ല, അപ്പൊ ഓർഡിനൻസ് ഉണ്ട് എന്ന് പറയാനുള്ള ധൈര്യം കിട്ടി. ഇന്നത്തെ കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും എല്ലാം വീട്ടിലുള്ള പഴയ തലമുറയ്ക്ക് ഒരു മനുഷ്യനാണ് ഈ ഭൂമിയിൽ പൗരനാണെന്ന് പറയാനുള്ള അധികാരം നേടിക്കൊടുത്തത് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. 67 ഭൂപരിഷ്കരണം കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ വിലക്ക് വാങ്ങിയാലും വേണ്ടില്ല, ഗവൺമെന്റ് വെറുതെ ഇറന്നതായാലും വേണ്ടില്ല, തറവാട് വിധിച്ചു കിട്ടിയതായാലും വേണ്ടില്ല, ഒരു 10 സെന്റ് മണ്ണ് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചത്. അത് രജിസ്റ്റർ ചെയ്യാൻ ഓഫീസ് നാടാകെ തുറന്നു ഇടതുപക്ഷമാണ്. എന്നിട്ട് ഇപ്പൊ UDF വന്നാലും ഓഫീസാണ്, ഇതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആരോ തുടങ്ങിയത് UDFന്റെയും കോൺഗ്രസിന്റെയും എടുക്കാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഈ അവകാശം വേണ്ടേ? ഉത്തർപ്രദേശിലെ പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും കടലാസ് ടെന്റ് കെട്ടി കൂടുക, നമ്മളാരും ഇവിടെ പോയിട്ടില്ല. പക്ഷെ ഈ സന്തോഷ് ജോർജ് കുളങ്ങരാന്നെന്നും പറഞ്ഞ ആളുകളില്ല യൂട്യൂബില്. ഒരു ബീഹാർ ഗ്രാമത്തിന്റെ ചിത്രം, ഒരു ഉത്തർപ്രദേശ് ഗ്രാമത്തിന്റെ ചിത്രം എന്നൊക്കെ പറഞ്ഞ് ചിലസ് എടുത്തിടും. എന്താ ചിത്രം? ഈ കുഞ്ഞു കടലാസ് ടെന്റിൽ അകത്ത് കിടക്കാൻ ഒറ്റ റൂമേ ഉള്ളൂ. എല്ലാ കുടിലിന്റെയും മുറ്റത്ത് 4 കാല് ഭൂമി കുഴിച്ചിട്ട് ചൂടി വലിയ വലിയ ഒരു കട്ടിലുണ്ട്. മഴ പെയ്യുമ്പോൾ കട്ടിലെടുത്ത് അകത്തിടന്ന് വെച്ചാൽ പറ്റുമോ? അത് സ്ഥലവും ഇല്ല, ഇടണമെങ്കിൽ ഭൂമിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോകണം. സ്വാതന്ത്ര്യത്തിന്റെ 77 വർഷം പിന്നിട്ടിട്ടുള്ള UPയിലെ സാധാരണക്കാരുടെ ചിത്രം ഇവിടെയോ ഈ കേരളത്തിൽ എല്ലാ കുടുംബങ്ങളും മാറി. ചിലര് പട്ടിണി മാറി ഇടത്തരായി, ചിലര് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി, ജോലിയൊക്കെ നേടി, ശമ്പളമൊക്കെ കിട്ടി ഉയർന്ന ഇടത്തരായി, ചിലര് നല്ല ധനികരായി. അതിനനുസരിച്ചാണ് ഇപ്പം വീണ്ടും കാര്യങ്ങളും വരുന്നത്. പക്ഷേ ആരാണ് ഇതിന്റെ അടിത്തറയിട്ടത്? കോൺഗ്രസ് ആണ് ഈ മാറ്റത്തിന്റെ അടിത്തറയിട്ടതെങ്കിൽ UPയിലും ബീഹാറിലും ഉണ്ടാവണമായിരുന്നു, ഉണ്ടായിട്ടില്ല. ഇവിടെ ഇടതുപക്ഷ ശക്തമായതുകൊണ്ടും കേരള നിയമസഭയിൽ പാസാക്കിയ നിയമങ്ങൾ കൊണ്ടും ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. കുടിയേറവകാശം മാത്രമല്ല, ഒരു ഘട്ടത്തിൽ നമ്മൾ കുടുംബശ്രീ അയൽക്കൂട്ടം രൂപീകരിച്ചു, സ്ത്രീകൾക്കെല്ലാം ഒരാക്കമായി. ഒരു ഘട്ടത്തിൽ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതായജ്ഞം പ്രഖ്യാപിച്ചു. തുടർ വിദ്യാഭ്യാസം ഇന്ന് കേരളത്തിലെ മനുഷ്യർക്ക് പഠിക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, പഠിക്കാൻ അവസരം കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ തുടർ വിദ്യാഭ്യാസ ക്ലാസ്സിൽ പോയി ചേർന്ന് 4ാം ക്ലാസ് തുല്യത, 7ാം ക്ലാസ് തുല്യത, 10ാം ക്ലാസ് തുല്യത, +1, +2. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ പത്രത്തിൽ ഒരു കത്രീന ചേർത്ത് 22 വയസ്സുണ്ട്, നല്ല പാന്റ് ഷർട്ടും ഒക്കെ ഇട്ടിട്ട് BCom ചേർന്നിരിക്കുക. BCom സമാന്തര വിദ്യാഭ്യാസത്തിൽ. അപ്പൊ ചേർത്തി എല്ലാവരും കളിയാക്കി, BCom ഭയങ്കര കണക്കെല്ലുണ്ട്, പഠിച്ചാൽ പഠിയോ? അപ്പൊ ചേർത്തി പറഞ്ഞു, എന്നെ കളിയാക്കൊന്നും വേണ്ട, ഞാൻ കൊണ്ട് കുടുംബശ്രീയുടെ കണക്കെല്ലാം എഴുതിയത് നല്ല ശീലമാണ്. കുടുംബശ്രീയുടെ കണക്കെല്ലാം BCom വരും. പക്ഷെ ആത്മവിശ്വാസം ആരുണ്ടാക്കി കൊടുത്തു? ഇടതുപക്ഷം. ഇടതുപക്ഷം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാവുന്നതാണ്. ഈ പൊതുയോഗത്തിലേ ഇറക്കിയിരിക്കാൻ പറ്റുള്ളൂ. ഏമോസാവൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാം ഞങ്ങൾ പറയുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയം. പക്ഷേ താരതമ്യം ചെയ്യണം, ആരാണ് നല്ലത്? ലോകത്തൊരു പ്രവിശ്യ, ഒരു സംസ്ഥാനത്ത്, എന്തോ പേര് പറഞ്ഞോട്ടെ, ഒരു ഭരണപ്രദേശത്ത് വീടില്ലാത്ത മുഴുവൻ പൗരന്മാർക്കും വീടുണ്ടാക്കി കൊടുക്കാൻ ഒരു ഗവൺമെന്റും തീരുമാനിച്ചിട്ടില്ല. ഹൗസിംഗ് പ്രോഗ്രാം ഉണ്ടാവും. കൊല്ലത്തിന് ആർക്കെങ്കിലും ഒരു പഞ്ചായത്തിൽ 3 4 ആളെ തിരഞ്ഞെടുത്ത് വീട് കൊടുക്കും. ബാക്കിയുള്ളവരോ നിങ്ങൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥലവും വീടോ മേടിച്ചോളൂ, ഗവൺമെന്റ് ഉത്തരവാദിയല്ല. ഇതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്. ഇന്ത്യ ഗവൺമെന്റ് വീടെടുക്കാൻ തരുന്ന പണം കൊണ്ട് ഒരു പഞ്ചായത്തിലെ 2 പേർക്ക് വീടെടുത്ത് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ വളരെ ബോൾഡായി നമ്മുടെ ഗവൺമെന്റ് കണ്ടായി പറഞ്ഞു, വീടില്ലാണ്ട് തെരുവിൽ കിടക്കേണ്ടി വരുന്ന ഒരാൾ പോലും ഈ കേരളത്തിൽ ഉണ്ടാകും. എന്നിട്ട് ലൈഫ് മിഷൻ തുടങ്ങിയ ചെറിയ പണിയൊന്നുമല്ല. നമുക്ക് റവന്യൂ വരുമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. നമ്മുടെ നികുതി പണം കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ പിരിച്ച് ഇവിടെ ചെലവഴിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല, നമുക്ക് മാത്രമല്ല ആർക്കും. ഇത് അവിടെ പോകുമ്പോൾ അതിന്റെ ടാക്സ് ഷെയർ ഇങ്ങോട്ട് തരണം
എത്ര തരണം? 100 രൂപ അങ്ങോട്ട് പിരിക്കുമ്പോൾ 70 ഇങ്ങോട്ട് തരണം. 30 അവിടെ വെച്ചോട്ടെ, രാജ്യരക്ഷക്കും കാര്യത്തിനും ഒക്കെ എല്ലായിടത്തും കിട്ടുമല്ലോ. എന്നാൽ സംസ്ഥാനത്തിന് ഇതല്ലേ ഉള്ളൂ. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ എത്ര തന്ന? 30%. BJP ഭരിക്കുമ്പോൾ എത്ര തരുന്നത്? 30-ൽ താഴെ. അതിനെ കൊണ്ട് വേണം നമ്മൾ റോഡ് പൊളിഞ്ഞു പോയാൽ അതിന് കുഴിയടക്കാൻ, സ്കൂളിലെ മാഷിന് ശമ്പളം കൊടുക്കാൻ, ആസ്പത്രിയിലെ ഡോക്ടർക്ക് നഴ്സിന് ശമ്പളം കൊടുക്കാൻ, 1000 വെച്ച് പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ. കേട്ടോ? അപ്പൊ ഞങ്ങൾ വലിയ മെക്കാടും കാറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, കോടികൾ. അതെ, അത് വേറെയാണ്. അത് കിഫ്ബിയിൽ നിന്ന് എടുക്കുന്ന ലോണാണ്. അത് കേന്ദ്രമൊന്നും തരാത്തപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ട് ടൂർ നന്നാക്കാൻ പുറപ്പെടും. പക്ഷെ ആ പൈസ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ ഉപയോഗിക്കാൻ പറ്റും. റവന്യൂ ചെലവാണ് ശമ്പളം കൊടുക്കലും പെൻഷൻ കൊടുക്കലും. അതിന് ഈ കിഫ്ബിയിലെ പൈസ എടുത്ത് ഉപയോഗിക്കാൻ വായ്പ തന്നവർ അനുവദിക്കില്ല. പോട്ടെ, അരുമ എന്ന് നോക്കുന്നില്ല, അടുത്തെടുത്ത് സമയമായിട്ട്. അപ്പോ ഞാൻ പറയുന്നത്, നമുക്ക് റവന്യൂ വരുമാനം കുറവാ. കേന്ദ്രം പിടിച്ചു നോക്കും കൂടി ചെയ്ത് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. എന്റെ നാട്ടിൽ ഒരു കല്യാണി വ്യക്തിയോട് അടുത്ത വീട്ടിലെ കോൺഗ്രസ്സുകാരൻ വന്നിട്ട് പറഞ്ഞു, കല്യാണിക്ക് പെൻഷൻ കിട്ടിയാ? ഇല്ല മോനെ, 2-3 മാസമായി കിട്ടാത്തത്. ആ, കത്തിക്ക് കുത്തി കൊടുക്ക്. വേണ്ട. അപ്പൊ ഓരോങ്ങനെ നോക്കി ഇവനെ. അപ്പൊ കത്തിക്ക് കുത്തിയിരുന്ന കുഴപ്പം അല്ല, നിങ്ങളെ ഗവൺമെന്റിൽ ഇപ്പൊ ഭരിക്കുന്നത്, പെൻഷൻ കുടിശ്ശികയായില്ലേ? ഒരു നല്ല രാഷ്ട്രീയ ബോധമുള്ളതാണ്. അവര് പറഞ്ഞു, ഞാൻ കത്തിക്ക് കുത്തിയിട്ട് തന്നെ ഈ പെൻഷൻ വാങ്ങുന്നത്. കേട്ടാ, എന്റെ ഗവൺമെന്റ്, എന്റെ പാർട്ടിയുടെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് കൊണ്ടാണ്. നേരത്തെ 65 രൂപ ആദ്യം തന്നത് നായനാണ്. അന്ന് 65 രൂപ കൊടുക്കുമ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു, പ്രത്യുത്പാദനപരമല്ലാത്തതൊന്നും കൊടുക്കണം. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പൈസയെ ഗവൺമെന്റ് കൊടുക്കാവൂ. ഇത് പ്രത്യുത്പാദനപരമല്ല. പറഞ്ഞത് വലിയ നേതാവാണ്, പക്ഷെ ഒരു മരിച്ച തർക്കവരെ ഇരിക്കുന്നതുകൊണ്ട് ഒരു പേര് പറഞ്ഞിട്ട് അല്ലെ നമുക്കൊരു അങ്ങനെയില്ല ഒരു. അതുകൊണ്ട് ഞാൻ പറയാത്തത്, എല്ലാവർക്കും അറിയാം. അപ്പോ നായനാർ പറഞ്ഞു, അല്ല ഇത് തിരിച്ചു വരണ്ട, അവർ ഇത്രയും കാലം പണിയെടുത്ത് വയസ്സുകാലത്ത് അവർക്ക് ഒരു ആശ്വാസത്തിന് കൊടുക്കുന്ന. അപ്പൊ രണ്ടാമത്തെ വാർത്തയാണ്, അത് കിട്ടിയ ഈ 65 രൂപ കൊണ്ട് കള്ളു കുടിച്ച് മൂത്രമൊഴിക്കുള്ളൂ. അപ്പൊ നായനാർക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, 60 വയസ്സ് വരെ കഷ്ടപ്പെട്ട് വാഴ വെച്ചു അല്ലെ, നെല്ല് കൃഷി ചെയ്തു. ഇയാൾ വെച്ച വാഴയുടെ വളരെ ചാട് കുഴിക്കുന്ന കുറച്ച് മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റിട്ടിടും. ആ വിറ്റെടുക്കുന്നല്ലേ നമ്മൾ മേടിച്ചുകൊണ്ട് നിൽക്കുന്ന. അപ്പൊ ഈ നാട്ടിന് വേണ്ടിയല്ലേ വാഴ വെച്ച്. അതുകൊണ്ട് കുറച്ച് അയാളെ നമുക്ക് നാട്ടിന് വേണ്ടി അധ്വാനിച്ചാണ് കള്ളു കുടിച്ചോളൂ. പക്ഷെ ഒരു കള്ളുമല്ല കുടിച്ചത്. 65 രൂപ കിട്ടിയപ്പോൾ കൈമുണ്ട് മേടിച്ചിട്ടുണ്ട്, കഷായം മേടിച്ചിട്ടുണ്ട്, കുഞ്ഞെ കൊതുപ്പ് മേടിച്ചിട്ടുണ്ട്, സ്ലീറ്റ് പെൻസിൽ മേടിച്ചിട്ടുണ്ട് അല്ലേ. ആ 65 ഇടതുപക്ഷം വന്നപ്പോ വർദ്ധിപ്പിച്ച് 1600 വർദ്ധിച്ചത്. അപ്പൊ കല്യാണത്തി പറഞ്ഞു, 65 തുടങ്ങിയ മോനെ, അത് 1600 ആക്കിയത് ഇടതുപക്ഷം കൃത്യമായിട്ട് തന്നോണ്ടിരുന്നതാണ്. അതിപ്പം കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് പൈസ കൊടുക്കാത്തതുകൊണ്ട് കുറച്ച് 2 മാസം നിന്നുപോയി. അതെങ്ങനെയെങ്കിലും തീർന്നു പിണറായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ വാക്ക് കേട്ടിട്ട് ഇടതുപക്ഷത്ത് ഉപയോഗിച്ച് നിന്റെ കൂടെ വന്ന, നിങ്ങളുടെ ഗവൺമെന്റ് വന്ന ഈ പെൻഷൻ പദ്ധതിയേ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ. കുറച്ച് താമസിച്ചോട്ട് എന്നാലും ഞങ്ങളുടെ ഗവൺമെന്റ് ഇതൊരു രാഷ്ട്രീയ ബോധ. എല്ലാവരും അങ്ങനെ പറയില്ല. കിട്ടാതെ വന്ന് ദേഷ്യം വന്നിട്ട് പറയാം, അതേപ്പാ ഞാൻ എല്ലാ മീറ്റിങ്ങിനും പോയിട്ട് പക്ഷെ കിട്ടിയില്ല. അങ്ങനെ പറയരുതല്ലോ. നമുക്ക് ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കണം. ലൈഫ് മിഷൻ തുടരാൻ ഇത്രയും ആളുകൾക്ക് വീട് 5 ലക്ഷം ആൾക്ക് വീടെടുത്ത് കൊടുത്തു. ബാക്കിയുള്ളവർക്കും വീട് എടുക്കണമെങ്കിൽ ഇടതുപക്ഷം നിലനിൽക്കണം. 2016 മുതൽ 21 വരെ ഭരിച്ച് അതിന്റെ മിഷന്റെ ഗുണമൊക്കെ കണ്ടിട്ട് 2021 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൂടുതൽ സീറ്റ് നൽകി, 99 സീറ്റ് കിട്ടി. ഇനിയിപ്പോ കേരളത്തെ വിജ്ഞാന കേരളമാക്കി മാറ്റാൻ ഭക്തരൊരു യോജന പ്രസംഗിക്കാൻ സമയമില്ല. നമ്മളെ മക്കൾ പഠിച്ച് പാസ്സായി BSc MSc MTech എല്ലാം കഴിഞ്ഞ് വരുമ്പോ അവർക്ക് വിദേശത്തൊന്നും പോകാൻ പറ്റില്ല. ട്രംപ് അല്ല അവിടെ പിടിച്ചിട്ട് അങ്ങനെ പിന്നിട്ട് ഇങ്ങോട്ട് അയക്കുക, അമേരിക്കയിൽ നിന്നൊക്കെ. അപ്പൊ പിണറായി പറഞ്ഞു, ഇവിടെ നമുക്ക് ഏർപ്പാടുണ്ടാക്കണം അല്ലെ, അതിനുള്ള സംരംഭങ്ങൾ ഉണ്ടാകണം. അതാണ് വിജ്ഞാന കേരളം. ഇവിടുത്തെ ബുദ്ധി ഇവിടെ പ്രയോഗിച്ച് ചെറുപ്പക്കാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനം. അപ്പൊ അങ്ങനെയെല്ലാം ചെയ്യുന്ന ഈ സർക്കാരിന്റെ ഭാഗമാകാൻ ഇടതുപക്ഷത്തിന്റെ ഒരാളെ പറഞ്ഞേക്കണ്ടേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വസ്തുനിഷ്ഠമായിട്ടാകും. നമ്മൾ ഒരു നുണയും ജനങ്ങളോട് പറയാനില്ല, ഒരു അതിശയോക്തിയില്ല. നിങ്ങളെല്ലാം ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കണം. രണ്ടാമത്തത് സമാധാനത്തോടെ മതപരമായ ലഹളയിൽ ഉണ്ടായിക്കൂട. ഞാൻ മുസ്ലിം, നീ ഹിന്ദു, കേരളത്തിലില്ല. നമ്മളെല്ലാം വരുന്നാൽ അങ്ങോട്ടും പോകും, ഓണത്തിന് ഇങ്ങോട്ടും വരും അല്ലേ, വേഷം വേറെ. പക്ഷെ നമ്മള് വലിയ മതസൗഹാർദ്ദത്തിന്റെ ഭൂമിയാണ്. ഇതിനകത്ത് തരക്കേട് പറ്റിയാൽ ദിവസേന ലഹളകളായിരിക്കും ഇവിടെ. ഉത്തരേന്ത്യയിലെല്ലാം ഉള്ള മതലഹളകൾ കേരളത്തിലേക്ക് വരും. അതുകൊണ്ട് ഇവിടുത്തെ മതസൗഹാർദ്ദം സംരക്ഷിക്കണം, ഇവിടുത്തെ ജനാധിപത്യ ബോധം സംരക്ഷിക്കണം. ഇവിടെ ശിശുമരണ നിരക്ക് ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ വരുമ്പോൾ 1000-ൽ 12
അപ്പൊ നമ്മളൊരു പ്രതിജ്ഞ എടുക്കും, ഇതിനെ ഒറ്റയാക്കാക്കണം. 12 2 ഉണ്ടല്ലോ, ഒറ്റയാക്കാക്കണം. ഒറ്റയാക്കാൻ പ്രാർത്ഥിച്ചു കൊടുത്തിരുന്നാലൊന്നും ഒറ്റയാവൂല കേട്ടാ. പ്രാർത്ഥനയെല്ലാം നല്ലയാ, അത് നല്ല മനസ്സിന് സമാധാനം ഉണ്ടാവും. പക്ഷെ ഒറ്റയാക്കാൻ വേണ്ടി ചില പദ്ധതികൾ ആവിഷ്കരിക്കണമെങ്കിൽ എന്തുകൊണ്ട് ശിശു മരിക്കുന്നു അതിന്റെ കാരണം കണ്ടുപിടിച്ചു. അതിലൊരു പ്രധാന കാരണം കൺജനിറ്റൽ ബർത്ത് ഡിഫെക്ട്സ് ആണ്, ജന്മനാ ഹൃദയത്തിനുള്ള അസുഖം. അത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 5-6 ലക്ഷം രൂപ വേണം. ജനിച്ച ഉടനെ ചെയ്യണം, പിന്നെ താമസിച്ച കുഞ്ഞു മരിച്ചു. അതുകൊണ്ട് ജനിച്ച ഉടനെ ചെയ്യാൻ പൈസ ഇല്ലാത്തവർക്ക് വേണ്ടി ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കി നമ്മൾ. ഇന്ന് 10,000-ലേറെ ഓപ്പറേഷൻ ഹൃദയത്തിൽ ചെയ്തു. വേറെയും കുറെ പദ്ധതിയുണ്ട്, സമയമില്ലാത്തോട്ട് പറയുന്നില്ല. പക്ഷെ എല്ലാം കൂടി ചെയ്തപ്പോ 2020 കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക് എത്രയായി എന്നറിയാവോ? 2020 12-ൽ നിന്ന് 5 കുറഞ്ഞു കേട്ടോ. എന്തൊരു അത്ഭുതകരമായിട്ടുള്ള മാറ്റം. മാതൃമരണ നിരക്ക് 67-ൽ നിന്ന് 2020-ലേക്ക് 30 ആക്കണമെന്നാണ് പ്രതിജ്ഞ എടുത്തത്. 2030-ൽ 20 ആക്കണം എന്നാണ് പ്രതിജ്ഞ എടുത്തത്. പക്ഷെ നമ്മളൊന്ന് വർക്ക് ചെയ്തപ്പോ 2020-ൽ തന്നെ മാതൃമരണ നിരക്ക് 67-ൽ നിന്ന് 19 മാറി. ഇതാണ് ഭരണം. ഇത് 1-2 കാര്യം നല്ല കൊടുത്തത്, ഒരുപാട് കാര്യം ഇങ്ങനത്തെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോ പറഞ്ഞു തീർക്കുന്നില്ല. ഇത്തരത്തിലുള്ള 100 കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ നമ്മുടെ സ്വരാജിനെ വിജയിപ്പിക്കണം. സ്വരാജ് നിങ്ങളുടെ സഹോദരനാണ്, മകനാണ്. നിങ്ങളുടെ എല്ലാം കൂടെ സ്വരാജ് ഉണ്ടായിരിക്കും. ആ ചെറുപ്പക്കാരനെ മറ്റെന്തോ ആരോ പറയട്ടെ, പക്ഷെ നമ്മുടെ ജീവിതമാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി കൊമ്പിച്ച ഭൂരിപക്ഷത്തോടെ സ്വരാജിനെ വിജയിപ്പിക്കണം. പെൻഷൻ തരുന്നത് കൈക്കൂലിയാന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. AC വേണുഗോപാൽ എന്ന് പറയുന്നൊരു നേതാവ് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയ. എന്നാ പിന്നെ സ്കൂളിലെ മാഷിമാർക്ക് ശമ്പളം കൊടുക്കാമോ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്? ഇല്ലേ, പണിയെടുക്കാതെ പദ്ധതിക്ക് കൂലി കൊടുക്കാൻ കഴിയുമോ പെൻഷൻ സമയത്ത്, ഈ ഇലക്ഷൻ സമയത്ത്? ഇവിടെ ഇലക്ഷൻ സമയത്ത് സാധാരണ തുടരുന്നതെല്ലാം തുടരാണ്. 1600 ഇലക്ഷനുള്ള നിലമ്പൂര് 2000 ആക്കി പ്രഖ്യാപിക്കാൻ പറ്റൂല, കാരണം അത് ആളെ ചപ്പടാച്ചിയാക്കാൻ വേണ്ടിയാണ്. അത് തെറ്റാണ്. പക്ഷെ 1600 രൂപ പെൻഷൻ നിലമ്പൂര് കൊടുക്കുന്നതിന് ആരുടെയും തടസ്സമില്ല കേട്ടോ. എന്നിട്ട് പറയാം അത് വോട്ടിയെ കൈക്കൂലി കൂടി. നമ്മൾ ഇത്ര നിസ്സാരാക്കാവോ സാധാരണക്കാരെ? അതുകൊണ്ട് അതിന് നമുക്ക് പകരം ചോദിക്കണം. കൊമ്പിച്ച പോയി. പക്ഷേ ഈ പ്രദേശത്ത് എല്ലാവരോടും പരസ്പരം പറഞ്ഞ് മുഴുവൻ വോട്ടും മേടിച്ച് നമുക്ക് നല്ല ഭൂരിപക്ഷത്തോടെ സ്വരാജിനെ ജയിപ്പിക്കണം. അടുത്ത ഗവൺമെന്റ് LDF വരും, ഉറപ്പാണ്. 3ാമത് LDF വരും. അതിനുവേണ്ടിയും നമ്മൾ പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്താൽ